ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് എന്തെന്നറിയോ? എഗ്ഗ് റൈസാണ് കേട്ടോ. അതുകൊണ്ട് ഒട്ടും കുഴഞ്ഞിട്ടില്ല, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്, ടിഫിനായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് റൈസാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്, 1 തക്കാളി, ശകലം ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, 1 സവാളയുള്ളി, 2 പച്ചമുളക്. പിന്നെ ബാക്കി ഞാൻ മസാല ഇടുമ്പോൾ പറയാം. അപ്പം നമുക്ക് എങ്ങനെ എഗ്ഗ് റൈസ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഇത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ. അതാണ് ഇത്രയും കുറവ് അരിയായിട്ടത്. അപ്പോൾ അവർക്ക് എഗ്ഗ് റൈസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണം. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിലൊക്കെ ചേർക്കാം. 1 സ്പൂൺ കടുക് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഉഴുന്ന്. ഇനി അതിൻ്റെ കൂടെ 2 ഏലയ്ക്ക്, ഒരു 2-3 ചെറിയ പീസ് പട്ടയും കൂടി ഇടുകയാണ്. മുളക് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത സവാള ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. നല്ലപോലെ വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് കൂടി ഇടുകയാണ്. അത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ചോറ് വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടണം. മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ. നമ്മുടെ എഗ്ഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഞാൻ നെയ്യുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണേ. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഞാൻ കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരെ ബൈ.